നമുക്ക് കേരളത്തിൽ രണ്ട് ആയില്യങ്ങളാണ് വരുന്നത്. ഒന്ന് മണ്ണാറശാല ആയില്യവും ഒന്ന് വെട്ടിക്കോട്ട് ആയില്യവും. കന്നിമാസത്തിലെ ആയില്യമാണ് വെട്ടിക്കോട്ട് വരുന്നത്. അന്നത്തെ പ്രത്യേകത അവിടുത്തെ നാഗരാജാവ് നാഗയക്ഷിക്ക് വിശേഷാൽ പൂജകളും വഴിപാടുകളും നടക്കുന്ന ദിവസമാണ്. നാഗപൂജ ചെയ്തു കഴിഞ്ഞാലുള്ള സന്താന തടസ്സങ്ങൾ നമുക്ക് മുൻ തലമുറയിൽ നമുക്ക് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ പൂർവികർ ചെയ്ത ഒരുപാട് ദോഷങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറാൻ നമ്മൾ നാഗപൂജ കഴിക്കുന്നത് ഇന്നത്തെ ദിവസം വിശേഷാൽ ഉത്തമമായ ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവരും ആയില്യ പൂജ കഴിക്കും. നാഗകന്യക, അഖില നാഗങ്ങൾ എന്നിവരുടെ ഇരിപ്പിടങ്ങളെല്ലാം നമ്മൾ നല്ല ഭംഗിയായി നമ്മൾ ഈ കഴിഞ്ഞ വൃശ്ചിക മാസത്തിൽ തന്നെ ഞാൻ പ്രതിജ്ഞ എടുത്ത രീതിയിൽ തന്നെ നമ്മൾ അതെല്ലാം നടപ്പിലാക്കി. വനദുർഗാ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള ഗർഭഗൃഹവും ചെരുപ്പും എല്ലാം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി പഞ്ചവർഗത്തറയും മറ്റു കാര്യങ്ങളുമാണ് മുന്നോട്ട് ചെയ്യാനുള്ളത്. കാവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നക്ഷത്ര വന നിർമ്മാണവും അതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാവുമായിട്ട് ബന്ധപ്പെട്ട പുനർപ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതായത് വനദുർഗയുടെ പ്രതിഷ്ഠ, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചുറ്റുമതിൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി പരിസരവാസികളുടെയും നാട്ടുകാരുടെയും എല്ലാവിധ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഈ കാവിൻ്റെ അടുത്ത പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും നിർലോഭമായ ഒരു സഹകരണം അതിനുണ്ടാകണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.